വിദ്യാർത്ഥികൾക്ക് ഹിജാബ് ധരിക്കുന്നതിന് വിലക്കേർപ്പെടുത്തിയ മുംബൈയിലെ സ്വകാര്യ കോളേജ് സർക്കുലർ ഭാഗികമായി സ്റ്റേ ചെയ്ത് സുപ്രീം കോടതി. എന്തു ധരിക്കണമെന്ന ഇഷ്ടം വിദ്യാർത്ഥികളുടേതാണെന്നും അത് അടിച്ചേൽപ്പിക്കരുത് എന്നും കോടതി പറഞ്ഞു. ജസ്റ്റിസ് സഞ്ജയ് ഖന്നയും ജസ്റ്റിസ് സഞ്ജയ് കുമാറും അടങ്ങുന്ന ബെഞ്ചിന്റേതാണ് സുപ്രധാന വിധി. പൊട്ടും തിലകക്കുറിയും അണിഞ്ഞു വരുന്ന വിദ്യാർത്ഥികൾക്ക് കോളേജിൽ വിലക്കേർപ്പെടുത്തുമോ എന്ന് ചോദിച്ച കോടതി ബുർഖയും ഹിജാബും ദുരുപയോഗം ചെയ്തു എന്നും ഇടക്കാല ഉത്തരവിൽ നിർദ്ദേശിച്ചു. ദുരുപയോഗമുണ്ടായാൽ കോടതിയെ സമീപിക്കാമെന്നും ബെഞ്ച് വ്യക്തമാക്കി. ക്ലാസ് മുറിക്കകത്ത് ബുർഖ ധരിക്കരുത് എന്നും ക്യാമ്പസിനകത്ത് മതപരിപാടികൾ നടത്തരുത് എന്നും കോടതി ഉത്തരവിട്ടു. ചെമ്പൂർ ട്രോബി എഡ്യൂക്കേഷണൽ സൊസൈറ്റിക്ക് കീഴിലുള്ള ആചാര്യ മറാത്ത കോളേജിലാണ് ഹിജാബ് നിരോധനം ഏർപ്പെടുത്തിയിരുന്നത്. ഹിജാബ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ ബോംബെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നുവെങ്കിലും തള്ളുകയായിരുന്നു. ഇതിനെ സമർപ്പിച്ച അപ്പീൽ ഹർജിയിലാണ് സുപ്രീം കോടതി ഉത്തരവ്. ഡ്രസ് കോഡ് വിദ്യാർത്ഥികളുടെ മൗലിക അവകാശമായി കാണാനാകില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ബോംബെ ഹൈക്കോടതി കോളേജ് തീരുമാനം ശരിവെക്കുന്നത്. ഡ്രസ് കോഡ് അച്ചടക്കത്തിന്റെ ഭാഗമാണ് എന്നും അതിനുള്ള അധികാരം കോളേജ് മാനേജ്മെന്റിന് ഉണ്ട് എന്നും രണ്ടംഗ ഹൈക്കോടതി ബെഞ്ച് ചൂണ്ടിക്കാട്ടിയിരുന്നു. കോളേജ് സർക്കുലറിനെതിരെ 9 വിദ്യാർത്ഥികളാണ് കോടതിയെ സമീപിച്ചത്. ന്യൂഡൽഹി, ബോംബെയിലെ സ്വകാര്യ കോളേജിൽ ഹിജാബും തൊപ്പിയും ബാഡ്ജിനും മറ്റും ഏർപ്പെടുത്തിയ വിലക്ക് തടഞ്ഞ് സുപ്രീം കോടതി. വിലക്ക് ശരിവെച്ച ബോംബെ ഹൈക്കോടതി ഉത്തരവിനെതിരെ NJ ആചാര്യ ആൻഡ് DK മറാത്തെ കോളേജിലെ മുസ്ലിം വിദ്യാർത്ഥികൾ നൽകിയ ഹർജി പരിഗണിച്ചാണ് ജസ്റ്റിസ് സഞ്ജയ് ഖന്ന അധ്യക്ഷനായ ബെഞ്ച് നടപടി സ്റ്റേ ചെയ്തത്. വിദ്യാർത്ഥികളുടെ മതം അറിയാതിരിക്കാനാണ് ഹിജാബും മറ്റും വിലക്കേർപ്പെടുത്തിയത് എന്ന കോളേജ് അധികൃതരുടെ വാദത്തെ സുപ്രീം കോടതി വിമർശിച്ചു. എന്തുത്തരവാണിത്? കുട്ടികൾ കുറി തൊടാൻ പാടില്ല എന്ന് നിങ്ങൾ പറയുമോ? പേരുകളിൽ നിന്നും തന്നെ മതം വ്യക്തമാകില്ലേ? അതോ പേരുകൾ ഒഴിവാക്കി കുട്ടികൾക്ക് നിങ്ങൾ നമ്പർ നൽകുമോ? കുട്ടികൾ ഒരുമിച്ച് പഠിക്കട്ടെ, ജസ്റ്റിസ് സഞ്ജയ് ഖന്ന നിരീക്ഷിച്ചു. 2008 മുതൽ പ്രവർത്തിക്കുന്ന കോളേജിലെ ഈ അടുത്ത കാലത്ത് മാത്രം ഇത്തരം ഉത്തരവിറക്കാൻ കാരണം എന്താണ് എന്ന് ബെഞ്ചിന്റെ അംഗങ്ങൾ ജസ്റ്റിസ് സഞ്ജയ് കുമാർ ആരാഞ്ഞു. പെൺകുട്ടികൾക്ക് എന്ത് ധരിക്കണമെന്ന് അവരാണ് തീരുമാനിക്കേണ്ടത്. അത് ധരിക്കണം, ഇത് ധരിക്കണമെന്ന് പറയാൻ പാടില്ല എന്നും പറഞ്ഞു. അതേസമയം മുഖം മറയ്ക്കുന്ന നഖാബുകൾ വിലക്കിയത് സ്റ്റേ ചെയ്തില്ല എന്നും കോടതി പറഞ്ഞു. ഹിജാബ്, നിഖാബ്, ബുർഖ മുതലായവ ധരിക്കുന്നതിന് വിദ്യാർത്ഥികൾക്ക് വിലക്കേർപ്പെടുത്തിക്കൊണ്ട് മുംബൈയിലെ സ്വകാര്യ കോളേജ് പുറത്തിറക്കിയ സർക്കുലർ സ്റ്റേ ചെയ്ത് സുപ്രീം കോടതി. സ്വാതന്ത്ര്യം ലഭിച്ച് ഇത്രയും വർഷം പിന്നിട്ടിട്ടും ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ കൊണ്ടുവരുന്നത് ദൗർഭാഗ്യകരമായ സംഭവമാണെന്ന് കോടതി പറഞ്ഞു. എന്ത് ധരിക്കണമെന്ന് വിദ്യാർത്ഥികളുടെ ഇഷ്ടമാണെന്നും അത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുത് എന്നും കേസ് പരിഗണിക്കവേ ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയും ജസ്റ്റിസ് സഞ്ജയ് കുമാറും അടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി. ഹർജി പരിഗണിക്കവേ കോളേജിൽ പൊട്ടും തിലകക്കുറിയും അണിഞ്ഞു വരുന്ന വിദ്യാർത്ഥികൾക്കും വിലക്കേർപ്പെടുത്തുമോ എന്ന് സുപ്രീം കോടതി ചോദിച്ചു. ഹിജാബ്, ബുർഖ എന്നിവ ദുരുപയോഗം ചെയ്യാൻ അനുവദിക്കരുത്. ക്ലാസിനുള്ളിൽ ബുർഖ ഉപയോഗിക്കരുത്. ക്യാമ്പസിൽ മതപരിപാടികൾ നടത്തരുത് എന്നും ഹിജാബ്, ബുർഖ എന്നിവയുടെ ദുരുപയോഗമുണ്ടായാൽ സമീപിക്കാമെന്നും ഉത്തരവിൽ സുപ്രീം കോടതി വ്യക്തമാക്കി.